സാധാരണ ഈ കുട്ടികളെ തന്നെ ഈ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി രക്ഷിതാക്കൾ പെടാപ്പാടുപെടുമ്പോൾ ഒരു കുട്ടിയെ ഉപയോഗിച്ച് ലഹരിക്കടത്ത് നടത്തിയ ദുഷ്ടനായ അച്ഛൻ്റെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ക്രൂരനായ ഒരു അച്ഛൻ്റെ കഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതെ, 10 വയസ്സുള്ളൊരു കുട്ടിയെ തിരുവല്ലയിൽ മറയാക്കി ഒരു അച്ഛൻ്റെ ലഹരി കച്ചവടത്തിൻ്റെ വാർത്ത ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവല്ല സ്വദേശിയിൽ നിന്ന് 3.78 ഗ്രാം MDMA പിടികൂടി. എങ്ങനെയാണ് ഈ അച്ഛൻ ഈ ക്രൂരമായ ലഹരി കച്ചവടം നടത്തുന്നതെന്നറിയാമോ? ഈ കുട്ടിയെ ബൈക്കിലും കാറിലും കൂടെ കൂട്ടും. എന്നിട്ട് കുട്ടിയുടെ ശരീരത്തിൽ പ്ലാസ്റ്റിക് കവറിൽ MDMA നിറച്ച് സെല്ലോ ടേപ്പ് കൊണ്ട് ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചായിരുന്നു ഈ ലഹരി വിൽപ്പന. കുട്ടിയുടെ ശരീരത്തിൽ ലഹരി വസ്തു ഒട്ടിച്ചു വെച്ച് വിൽപ്പന നടത്തിയ അതിക്രൂരനായ ദുഷ്ടനായ ഒരു അച്ഛൻ്റെ കഥയാണ്. എന്നിട്ട് വിൽക്കുന്ന സ്കൂളിലും കോളേജിന്റെ പരിസരത്തുമായിരുന്നു വിൽപ്പന എന്നുള്ളതാണ്. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് റിപ്പോർട്ടർ TV ഈ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ക്യാമ്പയിനോടൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തിരുവല്ലയിൽ സംഭവിച്ചത് എന്താണ്? പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ, കേട്ടുകേൾവിയില്ലാത്തതാണ്. 10 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരത്ത് MDMAയുടെ പാക്കറ്റ് സെല്ലോ ടേപ്പ് വെച്ച് കെട്ടി കച്ചവടം നടത്തുന്ന ഇയാളെ അച്ഛനെന്ന് എങ്ങനെ വിളിക്കും? പ്രവീൺ പുരുഷോത്തമൻ, എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് അയാളുടെ കച്ചവടം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ അയാളുടെ പേര് പറയുന്നില്ല, കാരണം ആ കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരും എന്നുള്ളത് കൊണ്ട്. പക്ഷേ നാട്ടുകാർക്ക് അതിനകം തന്നെ ഇയാളെ വ്യക്തമായിട്ടുണ്ട്, ബോധ്യമായിട്ടുണ്ട്, ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് പ്രവീൺ? അരുൺ, പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നുള്ള ഈ സംഭവം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കേരളം എത്രമാത്രം ഈ ഒരു ലഹരിയിൽ പിടിയമർന്നു എന്നതിന് ഒരു തെളിവ് കൂടിയാണിത്. 39 വയസ്സുള്ള പിതാവ് 10 വയസ്സുകാരൻ മകനെ ഉപയോഗിച്ച് MDMA കച്ചവടം നടത്തുന്നു. ഒരുപക്ഷേ 10 വയസ്സുകാരന് ഈ വിവരമൊന്നും അറിയില്ലായിരിക്കാം. തിരുവല്ല കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അത് പ്രൊഫഷണൽ കോളേജുകളിൽ ഉൾപ്പെടെ ഈ 39-കാരനായിട്ടുള്ള പിതാവ് MDMA കച്ചവടം വ്യാപകമായി നടത്തിയെന്നാണ് തിരുവല്ല DSP അഷാദ് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഏറെ നാളായി ഈ 39-കാരൻ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏതായാലും ഈ 39-കാരനായിട്ടുള്ള പിതാവ് 10 വയസ്സുകാരനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലഹരി വിൽപ്പന നടത്തിയതിലൂടെ ആ ഒരു കേസിൽ പിടിയിലായിരിക്കുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട്. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് താൻ MDMA എത്തിച്ചിരുന്നത് എന്നാണ് ഈ പിതാവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് ഈ വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച മാർഗവും നാം കേട്ടുകേഴ്വിയില്ലാത്തതാണ്. അതായത് 10 വയസ്സുകാരൻ മകനെയും കൊണ്ട് ഇയാൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ സഞ്ചരിക്കുന്നു. ഒരുപക്ഷെ മകൻ കൂടെയുള്ളത് കൊണ്ട് തന്നെ മറ്റ് പരിശോധനകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്നും ഇയാൾക്ക് പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം മകനെ തന്നെ ഇങ്ങനെ കൂട്ടിയത്. അങ്ങനെ തന്ത്രപരമായി ആയിരുന്നു ഈ MDMA കടത്തിയിരുന്നത്. 10 വയസ്സുകാരൻ്റെ ദേഹത്ത് ഈ MDMA പ്ലാസ്റ്റിക് കവറിൽ നിറയ്ക്കുന്നു. അതിനുശേഷം മകൻ്റെ ദേഹഭാഗങ്ങളിൽ അത് സെല്ലോ ടോപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കുന്നു. അതിന് മുകളിൽ വസ്ത്രം ധരിപ്പിക്കുന്നു. ആവശ്യക്കാരുടെ അടുത്തേക്ക് എത്തുകയും അതിനുശേഷം ഈ മകൻ്റെ ദേഹത്തു നിന്നും ഈ സെല്ലോ ടോപ്പ് മാറ്റി MDMAയുടെ കവറെടുത്ത് അതിൻ്റെ അളവനുസരിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. അതായത് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സംഭവം ഈ മകൻ കൂടി സാക്ഷിയാണ് എന്നുള്ളതാണ്. തിരുവല്ല DSP പറഞ്ഞത്. ഇത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള പിടിക്കപ്പെടാതിരിക്കാനായിരിക്കുമല്ലോ കുട്ടിയെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇയാൾ എങ്ങനെയാണ് പിടിയിലായത്? തിരുവല്ല DSPക്കും ഒപ്പം തന്നെ ഡാൻസ് സംഘത്തിനും രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. നേരത്തെ തന്നെ ഇയാൾ ഇങ്ങനെ MDMA കച്ചവടം നടത്തുന്നതായി വിവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇയാൾ പിടിയിൽപ്പെട്ടിരുന്നില്ല. ഇയാൾ വളരെ തന്ത്രപൂർവ്വം പോലീസിൽ നിന്നും ഒപ്പം തന്നെ പരിശോധനകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞ ഭാഗങ്ങളിൽ വെച്ചായിരുന്നു ഇയാൾ ഈ കടത്ത് നടത്തിയിരുന്നത്, അതായത് വിൽപ്പന നടത്തിയിരുന്നത്. അത് DSP പറഞ്ഞതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക കേന്ദ്രങ്ങൾ തന്നെയുണ്ട്, പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട് ഇത് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ പരിശോധനകളോ അല്ലെങ്കിൽ ഈ എക്സൈസ് വിഭാഗത്തിനോ പോലീസിനോ പെട്ടെന്ന് ചെല്ലാൻ കഴിയുമായിരിക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് നേരത്തെ കച്ചവടം നടത്തിയിരുന്നത്. ഇപ്പോൾ ഏതായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി ഏതൊക്കെ വഴികളിലൂടെയാണ് ഇയാൾ പോകുന്നതെന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഈ പിടിയിലായപ്പോൾ മകൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഏതായാലും തിരുവല്ല പോലീസ് വളരെ ഊർജിതമായി തന്നെ ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. അന്വേഷണം വ്യാപകമാക്കിയിരുന്നു. ഇതര സംസ്ഥാനത്തു നിന്നും, അത് കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇയാൾ MDMA എത്തിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡും ചെയ്തിട്ടുണ്ട്.